ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഴയ വിൻറ്റേജ് തീമിലുള്ള ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വിൻറ്റേജ് പേജസ് ഉണ്ടാക്കാം. അതിനായിട്ട് എനിക്ക് ഇഷ്ടമുള്ള പേജസ് എടുക്കാം. ഞാൻ A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ പകുതി മടക്കിയിട്ട് വീണ്ടും പകുതി മടക്കി ഒരു A4 ഷീറ്റിൽ നിന്ന് 4 പേജസ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ടൊരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ സൈഡിലെയും അറ്റത്തു കൂടി നമ്മൾ ഇതേപോലെ കീറി കൊടുക്കുന്നുണ്ട്. പേജസിൻ്റെ പെർഫെക്ഷൻ പോയിട്ട് പണ്ടത്തെ ഒരു ഓൾഡ് ലുക്കിൽ വരും. ഇനി ഈ പേജസിന് വിൻറ്റേജ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഫി ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോഫിയിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടീയും യൂസ് ചെയ്യുക. ചായപ്പൊടി നല്ലപോലെ തിളപ്പിച്ചിട്ട് ആ വാട്ടറും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു ട്രേ എടുത്തിട്ട് കുറച്ച് വലുപ്പത്തിൽ നിങ്ങൾ പേജസ് മുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വലിയ ട്രേ എടുത്തിട്ട് അതിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. ഓരോ പേജസും ഫുള്ള് തുറന്നിട്ട് എല്ലാ സൈഡും, ഞാനെടുത്ത ട്രേ കുറച്ച് ചെറുതായി പോയതുകൊണ്ട് മടക്കിയിട്ടാണ് വെക്കുന്നത്. പക്ഷെ അതിന് മുന്നേ എല്ലാ സൈഡും വെള്ളത്തിലും കുതിർന്നിരിക്കണം. ഇത് കുറേ നേരം കുതിർത്ത് വെച്ചാൽ കളർ നല്ലപോലെ പിടിക്കും. ഞാൻ ഓൾമോസ്റ്റ് അരമണിക്കൂറോളം ഇതേപോലെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ കുതിർന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. മെല്ലെ എടുത്തിട്ട് വെയിലത്ത് ഓരോന്നോരോന്നായിട്ട് ഉണക്കാൻ വെക്കുക. അപ്പം നല്ലപോലെ ഉണങ്ങി കിട്ടിയാൽ ഇതേപോലെ വിൻറ്റേജ് ലുക്കിൽ പേജസ് കിട്ടും. ഇനി ഈ പേജസിനെ നമുക്ക് ബൈൻഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കുറേ പേജസ് ഉണ്ടാകുമ്പോൾ നമുക്കതിനെ ഓരോ സെക്ഷനായിട്ട് ബൈൻഡ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ പാർട്ടിൽ ഇതേപോലെ ഒരു 5-6 പേജസ് എടുത്തിട്ട് ഒന്നൊന്നിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു സൂചിയും നൂലും എടുത്തിട്ട് കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നൂലിനെ ഡബിളാക്കിയിട്ടാണ് കോർത്ത് കൊടുക്കുന്നത്. അറ്റത്തൊരു കെട്ടോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് പാർട്ട് എടുത്തിട്ട് ഒരറ്റത്തുനിന്ന് ഉള്ളിലേക്ക് ഏറ്റവും നടുപേജിലേക്ക് തുന്നിക്കൊടുക്കുക. എന്നിട്ട് അടുത്തത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇതേപോലെ കോർത്ത് കൊടുക്കുക. യൂഷ്വലി തുന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അവസാനത്തെ തുന്നിൽ നമ്മൾ ഈ കാണുന്ന പോലെ മുന്നത്തെ ഹോളിൽ കൂടെ തന്നെ സൂചിച്ചിട്ട് തിരിച്ച് തുന്നിക്കൊടുക്കുക. എന്നിട്ട് ആ ലൈന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് പാർട്ട് എത്തുമ്പോൾ നമ്മൾ ആ കെട്ട് വരുന്ന അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് തിരിച്ച് ആ ഹോളിൽ കൂടെ തന്നെ പുറത്തേക്ക് എടുക്കുക. ഇനി തുന്നാൻ പോകുന്ന പാട്ടുകൾക്ക് ഇപ്പം നമ്മൾ തുന്നിയതിൻ്റെ ആ ഹോൾസിന് അനുസരിച്ച് പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ബുക്ക് കൂട്ടി തുന്നുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഒരറ്റത്തു നിന്ന് തുടങ്ങിയിട്ട് പുറത്തേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ മുന്നേ താഴത്തെ ബുക്ക് തുന്നിയതിൻ്റെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് കാണുന്ന പോലെ അപ്പുറത്തെ തുന്നിൽ കൂടെ തന്നെ എടുത്തിട്ട് വീണ്ടും ആ ഹോളിൽ കൂടെ തന്നെ സെയിം ഉള്ളിലേക്ക് കയറ്റുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ റെഫർ ചെയ്തിരുന്ന ആ വീഡിയോ താഴെ കൊടുക്കാട്ടോ. അങ്ങനെ ലാസ്റ്റ് അറ്റത്തെത്തുമ്പോൾ ഈ കാണുന്ന പോലെ സൈഡിലുള്ള ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ആ തിരിച്ച് ഹോളിൽ കൂടെ തന്നെ ഉള്ളിൽ എടുക്കുക. അപ്പോൾ പെർഫെക്റ്റായിട്ട് നമ്മൾ 2 പാർട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള പാർട്ടിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. ഈ മൂന്നാമത്തെ ബൈൻഡ് ചെയ്യുമ്പോൾ മുന്നത്തെ ബൈൻഡിങ് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടുന്ന് ബൈൻഡ് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് കാണുന്ന പോലെ എടുത്തിട്ട് മുന്നേ ചെയ്ത പോലെ രണ്ടാമത്തതിൻ്റെ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടാമത്തെ ഹോളിൽ വരുന്ന ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. നമ്മൾ മുന്നത്തതിൻ്റെ അല്ല, രണ്ടാമത്തെ ത്രെഡ് നമ്മൾ ബൈൻഡ് ചെയ്തതിൻ്റെ ആ ഭാഗത്തു കൂടെ കാണുന്ന പോലെ എടുക്കുക. നല്ലപോലെ ടൈറ്റാക്കിയിട്ട് തുന്നി കൊടുക്കുക. അങ്ങനെ ഫുള്ള് തുന്നിയതിന് ശേഷം ലാസ്റ്റ് അറ്റത്തെത്തുമ്പോൾ ഇതേപോലെ മുന്നത്തെ ത്രെഡുമായിട്ട് കോർത്തിട്ട് ഉള്ളിലേക്ക് തുന്നിയെടുക്കും. ഇനിയും ബൈൻഡ് ചെയ്യാൻ പാർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടി ബൈൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ഉള്ളിലേക്ക് എടുത്തിട്ട് അവിടെ വെച്ച് ത്രെഡ് കെട്ടി കൊടുക്കുക. അവിടെ ഗ്യാപ്പായിട്ട് നിൽക്കുന്നത് ഞാൻ മുൻപേ എടുത്ത ത്രെഡ് കഴിഞ്ഞിട്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് ഇതേപോലെ എത്ര പാർട്സ് വേണമെങ്കിലും ബൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബുക്കിന് ചട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബുക്കിൻ്റെ തിക്നെസ് അനുസരിച്ചും ബുക്കിൻ്റെ വീതിക്കനുസരിച്ചും ഇതേപോലെ 3 പീസസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഒരു ലെതറിൻ്റെ പീസ് എടുത്തിട്ട് കവർ ചെയ്യുന്ന കേട്ടോ കണ്ടിട്ടുള്ളത്. ലെതറിൻ്റെ യൂസേജ് അല്ലാണ്ട് ബുക്കിന് ചട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഈ കാർഡ്ബോർഡ് പീസസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് പേപ്പർ എടുത്തിട്ട് കാണുന്ന പോലെ 3 പീസസും ജോയിൻ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ ചെറിയ പീസസ് എടുത്തിട്ട് എല്ലാത്തിൻ്റെയും അറ്റത്ത് കൂടിയും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് വെക്കുക. അത് യൂസ് ചെയ്തിട്ട് ഈ കാർഡ്ബോർഡ് ഫുള്ള് ടിഷ്യൂ പേപ്പറും കൊണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സാധാ പേപ്പേഴ്സ് യൂസ് ചെയ്യുക, തിന്നായിട്ടുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് പഴയ പേജസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ തിന്നായിട്ടുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യുക.
ഇങ്ങനെ ടിഷ്യൂ പേപ്പറും കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ 2-3 ലെയറിൽ ഇതിൻ്റെ അറ്റത്തു കൂടെയൊക്കെ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഉണക്കിയെടുത്താൽ ഇതേപോലെ കിട്ടും. അതിന് ഫുള്ള് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഇതേപോലെ കിട്ടുട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ടെക്സ്ചർ കൊടുക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡിൽ ഞാൻ മറ്റേ ക്ലേ യൂസ് ചെയ്തിട്ട് ക്ലേ ഇതേപോലെ തിന്നായിട്ട് എടുത്തിട്ട് അതും പശ തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലേ കൊണ്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടിയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് അതിനെയും ഫുള്ള് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ഉണങ്ങിയതിന് ശേഷം ഒരു ആൻറ്റീക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് യെല്ലോ കളർ അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാൻ കാരണം നമുക്ക് ഇതേപോലെ വെയിൻസ് ആയിട്ട് ചട്ടയുടെ മേലെ കിട്ടും. അപ്പോൾ ഒരു വിൻറ്റേജ് ലുക്കായിട്ടുള്ള ഒരു കവർ കിട്ടി. നേരത്തെ ഉണ്ടാക്കി വെച്ച വിൻറ്റേജ് പേജസ് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു വലിയ ബട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പഴയ ജീൻസ് വന്ന് കിട്ടുന്ന നല്ല വലുപ്പത്തിലുള്ളൊരു ബട്ടൺ കേട്ടോ. എന്നിട്ട് അത് ഗ്ലൂ ഗണ്ണ് തേച്ചിട്ട് ഇതിൻ്റെ നടുവിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ആ ത്രെഡിൻ്റെ അറ്റത്ത് കെട്ടി വെക്കാനായിട്ട് ലീഫിൻ്റെ ലുക്കിൽ ഒരു സിൽവറിൻ്റെ ഒരു പീസ് ഉണ്ടാവില്ലേ, അത് കയ്യിലുള്ളവർക്ക് അതെടുക്കാം കേട്ടോ. ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെയും ചട്ടയമ ചെയ്ത പോലെ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് യെല്ലോ കളർ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ത്രെഡ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ആ ബാക്കത്തെ ആ പേജ് അതിൻ്റെ മേലെ ചട്ടമ്മയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ അപ്പുറത്തെ സൈഡിലും പശ തേച്ചിട്ട് ആ പേജ് ചട്ടമ്മക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു വിൻറ്റേജ് തീമിലുള്ള ഒരു ആൻറ്റിക് ലുക്കുള്ള ബുക്ക് റെഡി ആയിട്ടുണ്ട്. ത്രെഡ് യൂസ് ചെയ്ത് ബൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ പേജസ് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിൻറ്റേജ് ലുക്കിലുള്ള ഒരു വെറൈറ്റി ബുക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.